ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. സൂര്യ, ഒന്നിങ്ങി വന്നേ. ചെറിയമ്മേ, അയ്യോ ചെറിയമ്മേ, സൂര്യ ഇങ്ങ വന്നേ. സൂര്യ, യാത്രയിൽ എനിക്കൊരു കണ്ടീഷനുണ്ട്. എന്ത് കണ്ടീഷൻ? അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ വെച്ച് പറയണ്ടേ? ആദ്യം കണ്ടീഷൻ എന്താന്ന് കേക്ക്. എന്താ? ഒരു കാരണവശാലും മനസ്സിൽ തോന്നുന്ന ഒരു കാര്യവും മറച്ചു വെക്കാൻ പാടില്ല. നമ്മളിപ്പോ ഒരു സ്ഥലത്തേക്ക് ചെല്ലുമ്പോ അവിടെ തനിക്ക് എന്തെങ്കിലും കണ്ടിട്ട് വേണമെന്ന് തോന്നിയാൽ, ഇനി വല്ല റൈഡിലോ മറ്റോ കയറണമെന്ന് തോന്നിയാൽ, അങ്ങനെ വല്ലതും തോന്നിക്കഴിഞ്ഞാൽ അത് എന്നോട് വേണമെന്ന് പറയണം. അല്ലാതെ അവിടെ കയറി വലിയ ത്യാഗിയാവണമെന്ന് നിൽക്കരുത്. ഇത്രയുള്ളോ? എങ്കിൽ പിന്നെ ഞാൻ കാണിച്ചു തരാം. കാണുന്ന സാധനങ്ങളെല്ലാം എനിക്ക് വേണമെന്ന് പറയും. എല്ലാ സ്ഥലത്തും ഞാൻ പോണെന്നും പറയും. അതിപ്പോ മലമുകളിലായാലും ശരി, കടലിന്റെ അടിയിലായാലും ശരി. സഹായിച്ചു തരുമോ? തനിക്ക് അവിടെ എന്താ വേണ്ടേ? എന്ത് വേണമെങ്കിലും ഞാൻ സാധിച്ചു തന്നേക്കാം. അങ്ങനെയാണെങ്കിലേ ഇപ്പൊ ചെറിയൊരു ആഗ്രഹമുണ്ട്, പറയട്ടെ? വണ്ടിയിൽ വെച്ചോ. അതിനെന്താ, വണ്ടിയിൽ വെച്ചും മതി. അതല്ല പിന്നെന്താ? ഇതെനിക്ക് കൃത്യമായിട്ട് തരുന്നതല്ലേ, ചോദിച്ചു വാങ്ങേണ്ട ഒരു ആവശ്യമില്ലല്ലോ. എന്റെ ആഗ്രഹം അതല്ല. പിന്നെ എന്താന്ന് പറയണം. എന്നെ നേടിയെന്ന് വിളിക്കോ? എനിക്കതൊന്ന് കേൾക്കാൻ കൊതിയായിട്ടാ. അതൊന്നും വേണ്ട. അതെ, ഈ ആണും പെണ്ണും തുല്യത ഇല്ലാത്ത കാര്യത്ത് വെറുതെ ശീലിച്ചൊരു കാര്യമാണ്. അത് നമുക്കിടയിൽ വേണ്ട. എനിക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ. മാത്രല്ല, വരൺ അങ്ങനെ വിളിച്ചാലും സ്നേഹത്തോടെ വിളിക്കാണെന്ന് എനിക്ക് അറിയാൻ ചെയ്യാം. വിളിക്കോ പ്ലീസ്? വേണോ? വിളിക്കുന്നേ. എങ്കിൽ ശരി. എടേ, എന്താടാ? ഞാൻ വിളിപ്പിച്ച എന്തിനെന്ന് മനസ്സിലായോ? എന്നെ എടീന്ന് വിളിക്കുമ്പോ തിരിച്ചെടാന്ന് വിളിക്കാൻ വേണ്ടിയാ. സത്യത്തിൽ അതായിരുന്നു എന്റെ ആഗ്രഹം. കൊള്ളാം. എന്തായാലും ഭയങ്കര എടി ഭയങ്കര. സൂര്യ, എന്താ എന്തെങ്കിലും വാങ്ങിക്കൊണ്ട് വരണോ? അതൊന്നും വേണ്ട. ഞാൻ കുറച്ചു മുമ്പ് പറഞ്ഞില്ലേ, അത് സൂര്യ സീരിയസ് ആയിട്ട് എടുക്കണം കേട്ടോ. എന്തു പറഞ്ഞു? വരുണും രാധികയും യാത്രക്ക് ഇറങ്ങുമ്പോ ഞാനൊരു കാര്യം പറഞ്ഞില്ലേ? ഞാൻ ഓർക്കുന്നില്ലടോ. എന്താ? കണ്ടോ, ഞാൻ എന്തെങ്കിലും കാര്യം പറഞ്ഞ സൂര്യ മറന്നു പോകുന്നത് കണ്ടോ? വരുൺ പറഞ്ഞാ മറക്കോ? രാധിക പറഞ്ഞാ മറക്കോ? അപ്പൊ പിന്നെ എനിക്കെന്ത് സ്ഥാനാ മനസ്സിലുള്ളത്? അതെ, പരിഭ അവിടെ മാറ്റി വെച്ചിട്ട് കാര്യം പറഞ്ഞ ഞാനത് പരിഹരിക്കാൻ പറ്റുമോ നോക്കാം. പറഞ്ഞാട്ടെ. അവര് യാത്ര പോയതുപോലെ നമുക്ക് എവിടെയെങ്കിലും പോവാം. ഇവിടെയൊന്നും വേണ്ട, വിദേശത്തോ മറ്റോ. ഓ, ഒരു കുട്ടിക്കുശുമ്പ് മനസ്സിൽ കിടന്ന് കളിക്കുന്നുണ്ട്, അതാണ് പ്രശ്നം. അതൊന്നും അല്ല, എനിക്ക് സൂര്യയുടെ കൂടെ നാട് ചുറ്റി കാണാൻ ഇഷ്ടമായിട്ട് തന്നെയാണ്. എടോ, അവർക്കിപ്പോ ഹണിമൂൺ ടൈമാ. അവരുടെ കല്യാണം കഴിഞ്ഞിട്ട് അധിക നാളായില്ലല്ലോ. പക്ഷെ നമ്മളങ്ങനെയാണോ? നമ്മുടെ ഹണിമൂണൊക്കെ എന്നേ കഴിഞ്ഞു. ഇനി നമ്മൾ ജീവിതത്തിൽ ഉത്തരവാദിത്തമുള്ളവരാവുകയാണ് വേണ്ടത്. അതിനിടയ്ക്ക് കറങ്ങിടന്ന് സമയം കളയാനൊന്നും പറ്റില്ല. എന്നല്ലേ പൊയ്ക്കോ. എപ്പോഴും ചെന്ന് ഓഫീസിലിരുന്നു.
അതല്ലെങ്കിൽ എസ്റ്റേറ്റിലിരുന്നോ, ഞാനിവിടെ തനിച്ചിരുന്നോളാം. കുറെ കാലം ഞാൻ അങ്ങനെ ഇരുന്നതല്ലേ, തപസ് ചെയ്യുന്ന പോലെ. അതേ, പിണക്കം കാണാൻ നല്ല രസമൊക്കെ ഉണ്ട്, എന്നാൽ അത് വേണ്ട. ആ, വരുണിന്റെ ആദ്യം തിരിച്ചു വരട്ടെ. ഓഫീസിലെ കാര്യങ്ങളൊക്കെ ഒന്ന് നീക്കി വെച്ചിട്ട് നമുക്കും പോയേക്കാം. ശരിക്കും ഇത്രയും സിൻസിയർ ആയിട്ട് എന്റെ ഭാര്യ ഒരു കാര്യം പറയുമ്പോ അത് സാധിച്ചു കൊടുത്തില്ലെങ്കിൽ ഞാനൊരു വഷളൻ ഹസ്ബൻഡായി പോവില്ലേ? സോ നമുക്ക് നോക്കാണോ? അത് മതി. ആ പിന്നെ വൈകുന്നേരം കഴിക്കാൻ നേരത്തെ വരണേ. അതിന് ഫുഡ് വേണമെങ്കിൽ ഞാൻ പുറത്തുനിന്ന് വാങ്ങിക്കൊണ്ടുവരാം. രാധിക പോയാ നമ്മുടെ കാര്യം കഷ്ടമാണല്ലേ. ആര് പറഞ്ഞു? ഞാൻ അമ്മയുടെ കൂടെ കൂടിയിട്ടെ വേണ്ടതൊക്കെ ഉണ്ടാക്കി വെച്ചോളാം. ഒരു കുറവ് അറിയാതെ ഞാൻ നോക്കിക്കോളാം, പോരെ? ഇങ്ങനെയാണെങ്കിൽ എന്റെ വൈഫിനെ കുറിച്ച് ആരെങ്കിലും ചോദിച്ചാ പറയാം, ഷീസ് വെരി ലവബിൾ. എന്നാ ഞാൻ പോയിട്ട് വരട്ടെ. ഓക്കെ. അതെന്താ റോഡാ കിടക്കുന്നേ? നോക്കട്ടെ. സൂര്യ, ഒന്നിങ്ങി വന്നേ. ചെറിയമ്മേ, അയ്യോ ചെറിയമ്മേ, സൂര്യ ഇങ്ങ വന്നേ. സൂര്യ, അയ്യോ ചെറിയമ്മേ, എന്റെ ദൈവമേ. സൂര്യ പിടിക്ക്. ചെറിയമ്മേ, 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 ചെറിയമ്മ കണ്ണു തുറക്ക്. ചെറിയമ്മേ, അച്ഛാ, ചെറിയമ്മേ, അമ്മേ, ചെറിയമ്മേ, സൂര്യ, ചെറിയമ്മേ, അയ്യോ ചെറിയമ്മേ, 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 അയ്യോ അമ്മേ. എന്താ എന്താ അവിടെ? അയ്യോ അച്ഛാ, ഓടി വാ. എന്താ എന്താ സൂര്യ, എന്താ ഇവിടെ? അച്ഛാ, ചെറിയമ്മേ, ചെറിയമ്മ അവിടെ ബോധമില്ലാതെ കിടക്കുന്നു. ചെറിയമ്മേ കണ്ണു തുറക്ക്. ഈശ്വര, അയ്യോ ചെറിയമ്മേ, 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 എന്റെ ദൈവമേ, എന്താ ഞാൻ കാണുന്നത്? ചെറിയമ്മേ, ചെറിയമ്മേ, അമ്മേ, ഞാനും സൂര്യൻ കൂടെ അവിടെ സംസാരിച്ച് നിൽക്കായിരുന്നു. പെട്ടെന്ന് ഇവിടെ എന്തോ കിടക്കുന്ന കണ്ട് നോക്കിയതാ. ഇന്നലെ രാത്രിയൊന്നും ഇവൾ ഈ വഴി വന്നിട്ടേയില്ല. പിന്നെ ഇത് എപ്പോഴാ? ആർക്കറിയാം അമ്മേ. സൂര്യ, നീ പെട്ടെന്ന് ഇവിടെ ഹോസ്പിറ്റലിൽ എത്തിക്ക്. ഉർവശി, ചെറിയമ്മേ, ഉർവശി, 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 ഉർവശി,